ടൈപ്സ് ഓഫ് സ്റ്റെയർ എന്ന ടോപ്പിക്കാണ് നമുക്കത് നോക്കുന്നത്. അപ്പം മെയിനായിട്ട് ബേസ്ഡ് ഓൺ ടേണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ബേസ്ഡ് ഓൺ ടേണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്ട്രെയിറ്റ് സ്റ്റെയർ, ടേണിങ് സ്റ്റെയർ, സ്പൈറൽ ഓർ ഹെലിക്കൽ ഓർ സർക്കുലർ സ്റ്റെയർ, ജിയോമെട്രിക്കൽ സ്റ്റെയർ. ഒന്നുകൂടെ പറയുന്നു. ബേസ്ഡ് ഓൺ ടേണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ സ്ട്രെയിറ്റ് സ്റ്റെയർ ഉണ്ട്, ടേണിങ് സ്റ്റെയർ ഉണ്ട്, സ്പൈറൽ അല്ലെങ്കിൽ ഹെലിക്കൽ അല്ലെങ്കിൽ സർക്കുലർ സ്റ്റെയർ ഉണ്ട്, ജിയോമെട്രിക്കൽ സ്റ്റെയർ ഉണ്ട്. നമുക്കിനി ഓരോന്നിനെ പറ്റി നോക്കാം. സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ച് കാണിക്കാം. ഇതാണ് സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത്. ലാൻഡിങ് ഉണ്ടായിരിക്കും, അതായത് സ്ട്രെയിറ്റ് സ്റ്റെയർ ലാൻഡിങ് ഉണ്ടായിരിക്കും, പക്ഷെ അവിടെ ഡയറക്ഷനൊന്നും ചേഞ്ച് ചെയ്യത്തില്ല. സ്ട്രെയിറ്റ് സ്റ്റെയർ ആയതുകൊണ്ട് ലാൻഡിങ് ഇല്ലാതെയും വയ്ക്കാം. ലാൻഡിങ് ഇല്ലാതെയും വയ്ക്കാം, അഥവാ ലാൻഡിങ് ഉണ്ടെങ്കിലും അവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. അതായിരിക്കും സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? നോ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ഫ്ലൈറ്റ്. ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ ടൈപ്സ് ഓഫ് സ്റ്റെയറിനെയാണ് സ്ട്രെയിറ്റ് സ്റ്റെയർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ടേണിങ് സ്റ്റെയർ. ടേണിങ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ടേണിങ് സ്റ്റെയർ ആദ്യത്തെ ടൈപ്സ് ആണ് ക്വാർട്ടർ ടേൺഡ് സ്റ്റെയർ. ടേണിങ് സ്റ്റെയറിലെ ആദ്യത്തെ ടൈപ്പാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഞാനത് വരച്ച് കാണിക്കാം. ഇതാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ. ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു പീപ്പിൾ ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ഇവിടെ 90 ഡിഗ്രിയാണ് തിരിയുന്നത് അല്ലേ? 90 ഡിഗ്രിയാണ് ഇവിടെ തിരിയുന്നത്. ഒരു 90 ഡിഗ്രിയാണ് തിരിയുന്നത്. സോ അതാണ് നമ്മൾ ക്വാർട്ടർ ടേൺഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. ക്വാർട്ടർ ടേൺഡ് സ്റ്റെയർ എന്ന് പറയാൻ എന്താണ്? ഒരു 90 ഡിഗ്രിയാണ് തിരിയുന്നത്. അതിപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ ആകാം. ഒരു 90 ഡിഗ്രിയാണ് തിരിയുന്നതെങ്കിൽ അതിനെ എന്തോന്ന് പറയുന്നു? ക്വാർട്ടർ ടേൺഡ് സ്റ്റെയർ എന്ന് പറയുന്നു. പക്ഷെ അത് 90 ഡിഗ്രി തിരിയുന്നത് ഒരു ഡയറക്ഷനോട്ട് മാത്രമേ സ്റ്റെയർ കാണത്തുള്ളൂ. അപ്പം ഈ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ബൈഫർക്കേറ്റഡ് സ്റ്റെയർ. ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ബൈഫർക്കേറ്റഡ് സ്റ്റെയർ. ഇവിടെയും നമ്മൾ ഇതുവഴിയാണ് ഡയറക്ഷൻ വരുന്നത്. ഇവിടെയും ഒരു പീപ്പിൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഒന്നേ ഇങ്ങോട്ട് തിരിയും, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിയും. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ വിഡ്ത്ത് ഈ വിഡ്ത്തിനേക്കാളും ചെറുതാണ് ഇവിടുത്തെ വിഡ്ത്തല്ലേ? ഇത് നമ്മൾ ക്യാപിറ്റൽ ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബി ഗ്രേറ്റർ ദാൻ സ്മോൾ ബി ആയിരിക്കും. ക്യാപിറ്റൽ ബി ഗ്രേറ്റർ ദാൻ സ്മോൾ ബി. ആ സ്മോൾ ബിനേക്കാളും വലുതായിരിക്കും ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത്. ഈ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ കോമൺ ആയിട്ട് എവിടെയായിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? പബ്ലിക് ബിൽഡിങ്സിലായിരിക്കും ഈ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എവിടെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്? പബ്ലിക് ബിൽഡിങ്ങിലായിരിക്കും ബൈഫർക്കേറ്റഡ് സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളിത് ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പബ്ലിക് ബിൽഡിങ്സിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ. അതാണ്. അപ്പോൾ ടേണിങ് സ്റ്റെയറിൽ ആദ്യത്തെ ക്വാർട്ടർ ടേൺഡ് സ്റ്റെയർ ആണ്. അത് ഒരു 90 ഡിഗ്രിയാണ് തിരിഞ്ഞത്. ഈ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറയുമ്പോൾ അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെയിൻലി യൂസ്ഡ് ഇൻ പബ്ലിക് ബിൽഡിങ്ങിലാണ് ഈ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു പോയിന്റ് ഓർമ്മിച്ച് വെച്ചിരിക്കണം, ഈ ക്യാപിറ്റൽ ബി ഗ്രേറ്റർ ദാൻ സ്മോൾ ബി ആയിരിക്കണം. ദെൻ അതായത് ടേണിങ് സ്റ്റെയറിലുള്ള അടുത്ത ടൈപ്പാണ് ഹാഫ് ടേൺഡ് സ്റ്റെയർ. ഹാഫ് ടേൺഡ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ വരച്ച് കാണിക്കാം. ഇതാണ് ഹാഫ് ടേൺഡ് സ്റ്റെയർ. ഹാഫ് ടേൺഡ് സ്റ്റെയർ. ഹാഫ് ടേൺഡ് സ്റ്റെയറിൽ തന്നെ 2 ടൈപ്സ് ഉണ്ടടാ. ഹാഫ് ടേൺഡ് സ്റ്റെയറിൽ ഇതിനെ നമ്മൾ എന്തോന്ന് പറയുന്നു? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നു. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ. ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറഞ്ഞാലാണ് ഇത്. അതായത് ഇവിടെ കയറി ഇവിടെ ഒരു 90 ഡിഗ്രി തിരിഞ്ഞു, വീണ്ടും ഇവിടെ ഒരു 90 ഡിഗ്രി തിരിഞ്ഞു. അതായത് എത്ര 90 ഡിഗ്രി ആയി? 2 90 ഡിഗ്രി തിരിഞ്ഞു അല്ലേ? 2 90 ഡിഗ്രി തിരിഞ്ഞു ഇവിടെ. അതാണ് പറയുന്നത്? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. ഹാഫ് ടേൺഡ് സ്റ്റെയറിൽ 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ഉണ്ട്. ദെൻ അടുത്തതാണ് ഓപ്പൺ നിവൽ സ്റ്റെയർ. ഓപ്പൺ നിവൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഇതാണ്.
ഓക്കെ. ഇവിടെ ഒരു ഓപ്പൺ വെൽ, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഓപ്പൺ വെൽ ഫോം ചെയ്തല്ലേ. സോ അതിന് നമ്മൾ എന്തോന്ന് പറയുന്നടാ, റെക്റ്റാങ്കുലർ വെൽ എന്ന് പറയുന്നു. ഈ ഒരു സ്റ്റെയറിനെ എന്തോന്ന് പറയുന്നു, ഓപ്പൺ നിവൽ സ്റ്റെയർ എന്ന് പറയുന്നു. ഓക്കെ. ഇനി ഇവിടെ ഇപ്പോൾ റെക്റ്റാങ്കുലർ വെല്ലാണ് ആയത്. ഇനി ഇവിടെ തന്നെ ഒരു കർവ്ഡ്, ഈ ഒരു ഷേപ്പിൽ ഒരു കർവ്ഡ് വെല്ലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ ജിയോമെട്രിക്കൽ വെല്ലെന്ന് പറയുന്നു. ഓക്കെ. എന്തോന്ന് പറയുന്നു, ഓപ്പൺ ജിയോമെട്രിക്കൽ വെല്ലെന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ടേണിംഗ് സ്റ്റെയറിൽ ആദ്യത്താണ് ക്വാർട്ടർ ടേൺഡ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഒരു 90 ഡിഗ്രി തിരിയും. അതായത് ഒരു എൽ ഷേപ്പിലായിരിക്കും ആ സ്റ്റെയറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് സ്റ്റെയറിനെയാണ് നമ്മൾ ക്വാർട്ടർ ടേൺഡ് സ്റ്റെയർ എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് ബൈഫർക്കേറ്റഡ് സ്റ്റെയർ. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പബ്ലിക് ബിൽഡിങ്ങിലാണ് നമ്മൾ ബൈഫർക്കേറ്റഡ് സ്റ്റെയർ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് ഹാഫ് ടേൺഡ് സ്റ്റെയർ. 2 ടൈപ്പ് ഉണ്ട്, ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ഉണ്ട്. ദെൻ അടുത്തതാണ് ഓപ്പൺ നിവൽ സ്റ്റെയർ. ഓക്കെ. ഓപ്പൺ നിവൽ സ്റ്റെയർ. ഈ ഓപ്പൺ നിവൽ സ്റ്റെയറിൽ തന്നെ കർവ്ഡ് ഷേപ്പ്. ഈ ഒരു കർവ്ഡ് ഷേപ്പ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തോന്ന് പറയുന്നു, ഓപ്പൺ ജിയോമെട്രിക്കൽ വെൽ എന്ന് പറയുന്നു. ഓപ്പൺ ജിയോമെട്രിക്കൽ വെൽ എന്ന് പറയുന്നു. ഓക്കെ. ദെൻ അടുത്തതാണ് 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ. ഓക്കെ. 3 ക്വാർട്ടർ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഇതെന്നോട് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതൊക്കെ സ്റ്റെപ്പാണ്. ഓക്കെ. സ്റ്റെപ്പാണ്. ഓക്കെ. ഇതാണ് 3 ക്വാർട്ടർ സ്റ്റെയർസ്. അതായത് ഇവിടെ നിന്ന് ഒരു ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറി ഇവിടെ ഒരു 90 ഡിഗ്രി തിരിഞ്ഞു, വീണ്ടും ഇവിടെ ഒരു 90 ഡിഗ്രി തിരിഞ്ഞു, ഇവിടെ ഒരു 90 ഡിഗ്രി തിരിഞ്ഞു. ഓക്കെ. അപ്പോൾ എത്ര 90 ഡിഗ്രി തിരിഞ്ഞു, 3 പ്രാവശ്യം 90 ഡിഗ്രി തിരിഞ്ഞു. ഓക്കെ. അതുകൊണ്ടാണ് അതിനെ 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ഓക്കെ. ക്വാർട്ടർ ടേൺ സ്റ്റെയർ നമ്മളിവിടെ ആദ്യം പഠിച്ചു. ഈ ക്വാർട്ടർ ടേൺ സ്റ്റെയറിൽ ഒരു 90 ഡിഗ്രിയാണ് തിരിഞ്ഞത്. ഓക്കെ. ഒരു 90 ഡിഗ്രിയാണ് തിരിഞ്ഞത്. ഇവിടെ അതേസമയം 3 90 ഡിഗ്രി തിരിഞ്ഞു. സോ അതുകൊണ്ട് അതിനെ 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ എന്ന് പറഞ്ഞു. ഓക്കെ. ദെൻ അടുത്ത ടൈപ്പാണ് സ്പൈറൽ ഓർ ഹെലിക്കൽ ഓർ സർക്കുലാർ സ്റ്റെയർ. ഓക്കെ. എന്താണ് സ്പൈറൽ ഓർ ഹെലിക്കൽ ഓർ സർക്കുലാർ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഒരു ന്യൂവൽ പോസ്റ്റ്, കോമൺ ആയിട്ട് ഉള്ള ഒരു ന്യൂവൽ പോസ്റ്റ് ഉണ്ട്. ആ ന്യൂവൽ പോസ്റ്റിൽ കണക്ട് ചെയ്തുകൊണ്ട് സർക്കുലർ ഷേപ്പിൽ വൈൻഡറാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ. വൈൻഡർ എന്ന് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു ടേപ്പറിങ് ഷേപ്പിലുള്ള സ്റ്റെപ്പിനെയാണ് വൈൻഡർ എന്ന് പറയുന്നത്. ഈ വൈൻഡർ ഒരു സിംഗിൾ ആയിട്ടുള്ള ന്യൂവൽ പോസ്റ്റിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്പൈറൽ സ്റ്റെയർ എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ന്യൂവൽ പോസ്റ്റിൽ, വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിംഗിൾ ന്യൂവൽ പോസ്റ്റിൽ വൈൻഡർ ഷേപ്പിൽ വൈൻഡേഴ്സിന് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിനെയാണ് എന്തോന്ന് പറയുന്നത്, സ്പൈറൽ സ്റ്റെയർ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് നമ്മളൊരു ലിമിറ്റഡ് സ്പേസ് ഉള്ളിടത്തായിരിക്കും ഈ സ്റ്റെയർ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ 2 പോയിന്റ് ഉണ്ട്. വൈൻഡേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു എ സിംഗിൾ ന്യൂവൽ പോസ്റ്റ്. ദ നെക്സ്റ്റ് പോയിന്റ് റിക്വയർസ് ഓൺലി എ ലിമിറ്റഡ് സ്പേസിലൊക്കെ ആയിരിക്കും നമ്മൾ ഈ സ്പൈറൽ സ്റ്റെയർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അടുത്ത ടൈപ്പാണ് ജിയോമെട്രിക്കൽ സ്റ്റെയർ. എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഈ ഒരു ഷേപ്പിലായിരിക്കും ആ സ്റ്റെപ്പ് പോകുന്നത്. ഓക്കെ. ഈ ഒരു സ്റ്റെപ്പിലായിരിക്കും, അതായത് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആംഗിളൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ. ഇതാണ് അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ. ഈ ഒരു ഡയറക്ഷനാണ് സ്റ്റെപ്പ് പോകുന്നത്. സോ നമുക്കതിൽ ആംഗിളൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ. ദ ഡയറക്ഷൻ ഓഫ് ഫ്ലൈറ്റ് ഈ ഒരു ജോമെട്രിക്കൽ പാറ്റേൺ ആയിരിക്കും. അതായത് ഫ്ലൈറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ജോമെട്രിക് പാറ്റേണിലാണെങ്കിൽ അതിനെയാണ് എന്തോന്ന് പറയുന്നത്, ജിയോമെട്രിക്കൽ സ്റ്റെയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ടൈപ്സ് ഓഫ് സ്റ്റെയറിൽ വരുന്നത്.